അച്ഛനല്ലേ അത് നോക്കുന്നത്? അച്ഛനെന്ന ഒരു കള്ള നോട്ടം, അച്ഛനെന്ന ആടുന്ന ഒരു ഒളിഞ്ഞു നോട്ടം. അച്ഛനെന്താ ഉദ്ദേശിച്ചേ? എന്താ എത്തിനോട്ടത്തിന്റെ അർത്ഥം? നീ ഇങ്ങനെ മസിൽ പെരുപ്പിച്ചിട്ട് കല്യാണം കഴിക്കാണ്ട് മൂത്ത് നരച്ച് നിൽക്കുവല്ലേ, അതിനെതിരെ അച്ഛൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുച്ചാ? ഏതെങ്കിലും പെണ്ണിനെ വളച്ച് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നോന്ന് ഞാൻ നോക്കിയതാ. ബഹുത്തച്ഛ. എന്ത്? ആ അച്ഛന്റെ ആ പ്രതീക്ഷ വേണ്ട. എനക്കങ്ങനെ പ്രേമവുമില്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. നിന്റെ പ്രായത്തിലുള്ള പുരുഷന്മാർക്കൊന്നും ഇപ്പൊ പെണ്ണിനെ കിട്ടുന്നില്ലടാ. അച്ഛൻ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാലും അതിന്റെ ഒരു അന്തർധാര സജീവമായിട്ടുണ്ട്. നിന്റെ പൊട്ടത്തരം പറയാതെ കാര്യത്തിലേക്ക് വേടാ. നിന്റെ കല്യാണം കാണാൻ എനിക്ക് സാധിക്കുവോ? എന്നാ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പ്രേമിക്കാൻ പറ്റിയ പെണ്ണൊന്നും ഈ നാട്ടിലില്ല അച്ഛ. നീ ഇങ്ങനെ മസിൽ പെരുപ്പിച്ചിട്ട് ഇങ്ങനെ നടന്നാ പോരാ, കല്യാണം നടക്കണ്ടേ? അച്ഛൻ ഇങ്ങനെ വിഷമിച്ചാലോ അച്ഛ? അച്ഛൻ ഇത്ര ഉഷാറ് കൂടിയിട്ടുണ്ടല്ലോ. നിന്റെ പ്രായത്തില് ഞാൻ ആനയോട് ഗുസ്തി പിടിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഒരു ഗുസ്തി പണ്ട് ഞാനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ഇവിടെ. നീ എപ്പോ പെണ്ണിനെയും കൂട്ടി വന്നിനി? ഓ, പണ്ട് 4ാം ക്ലാസ് പഠിക്കുമ്പോ. ആ അച്ഛന് ഓർമ്മയുണ്ടല്ലേ? ഞാൻ ആ ശ്രീജാനെ കൂട്ടി വന്നതല്ലേ. ഏടാ, നീ ആ സ്കൂള് വിട്ടു വരുമ്പോ ഈ പെണ്ണിനെയും കാണിച്ച് ഇതാ അച്ഛൻ എന്റെ പെണ്ണിനെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നതല്ലേ. ശ്രീജാനെയും കൂട്ടി വന്നേരം ഞാൻ അച്ഛനോട് പറഞ്ഞതാ ഞാൻ ഇവളെയാ കല്യാണം കഴിക്കുന്നതെന്ന്. ബഹുത്തച്ഛ. അന്ന് ആ കല്യാണം നടത്തിയെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ മൂത്ത് നരച്ച് നിൽക്കുവാ അച്ഛാ. ഈ 4ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കാര്യല്ലേ ഇപ്പൊ പറയുന്നു. അച്ഛൻ എന്താ ഈ പറയുന്നത്? ബഹുത്തച്ഛ. എല്ലാം ആ വീട് എവിടെയെന്ന് കണ്ടുപിടിക്ക്. ഇങ്ങനെ നടന്നാ മതിയാ? വീട് ഇവിടെയാണ് കേട്ടോ. ആ വീട് തന്നെയാണോ തോന്നുന്നത്? വാ, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കളിക്കുന്നു? വാ പോവാലോ. ആരാ ശ്രീജിത്ത്? നീ ഒന്ന് മിണ്ടാണ്ടിരിക്കേ, ഞാൻ ചോദിച്ചോളൂ. ആരാ ശ്രീജിത്ത്? നിങ്ങളാരാ? ശ്രീജിത്ത് ആരാന്നാ ചോദിച്ചേ. അതെന്താ ഒരു ഭീഷണിയുടെ സ്വരം? ഇടാ, നിന്നെ ചോദിച്ചു വന്നെയാണ്. ഞാനാ ശ്രീജിത്ത്. എന്നാ പ്രശ്നം? ഞങ്ങൾ ശ്രീജയുടെ ഏട്ടന്മാരാ. ശ്രീജയാ? ഏത് ശ്രീജ? ഏതൊക്കെ ശ്രീജനെ അറിയാ? എനിക്കൊരു ശ്രീജയെ അറിയാം. അതേത് അച്ഛാ ആ ശ്രീജ അച്ഛൻ അറിയുന്നേ? ശാന്തി വിളക്ക് സീരിയലിലെ നായിക ശ്രീജ. ഏതാണ് ശ്രീജ? എനിക്കറിയുന്ന ശ്രീജ ഏതാണ്? പറയടാ. അതെന്താ എനിക്ക് പറയാനൊരു മടി? ഇതാ പറഞ്ഞു കൊടുക്ക്. ഈ വെറുതെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കല്ല. പണ്ട് എന്റെ കൂടെ 4ാം ക്ലാസ്സിൽ ഒരു ശ്രീജ പഠിച്ചിരുന്നു. അപ്പൊ നീ അത് മറന്നിട്ടില്ല അല്ലടാ? നിങ്ങൾ കേറിയിരിക്ക്. ചായയോ ജ്യൂസോ ഇവൻ ഉണ്ടാക്കൂ. ശ്രീജയുടെ അമ്മയും ചേട്ടന്മാരൊക്കെ അല്ലേ. 2 ദിവസം ഏതായാലും ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. നിന്റെ ഒരു താമസം. അടങ്ങിയിരിക്ക്. അല്ലപ്പാ ശ്രീജയുടെ കല്യാണം കഴിഞ്ഞു? 2 ദിവസം മുന്നേ കല്യാണം കഴിഞ്ഞു. സത്യത്തിൽ എന്താ പ്രശ്നം? നിങ്ങൾ കുറെ സമയം എന്തെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രശ്നം നിനക്ക് അറിയണോ അല്ലേ? ഇതാണ് പ്രശ്നം. അതെന്തെന്നാപ്പാ? അതെന്ത് പ്രശ്നോ? അത് കണ്ടിട്ട് ഒരു കടലാസ് പ്രശ്നമല്ലോ. ഇത് വെറും ഒരു കടലാസല്ല. നിങ്ങളെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്റെ മോക്ക് കൊടുത്ത ലവ് ലെറ്റർ ആയത്. നീ തന്നെ വെച്ചത്. ഇന്നടാ ഈ കത്ത് വിളിക്കേ. ഈ കത്തിന്റെ കാര്യം അറിഞ്ഞ് അവളെ ഭർത്താവ് വലിയ പ്രശ്നം ഉണ്ടാക്കി. നീ ഇനി അത് സൂക്ഷിച്ചു വെച്ചോ. അച്ഛാ ശ്രീജ. ബഹുത്തച്ഛ.